ഹായ് രാവിലെ തന്നെ നമുക്ക് ബെഡൊക്കെ ക്ലീൻ ആക്കാം. ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ബെഡൊക്കെ ക്ലീൻ ആക്കിയിട്ട് വാവനെ നമ്മൾ താഴേക്ക് എടുത്തേക്കുവാണ്. ഞാൻ ഷീറ്റ് വിരിച്ചാൽ കിടത്തിയത്, പക്ഷേ വാവ് ഉരുണ്ട് ഇവിടം വരെ എത്തി. എന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇനിയും ഏത്തപ്പഴം പുഴുങ്ങിയതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ഞാൻ 3 കഴിച്ചു. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴുതനങ്ങ മെഴുക്കുവരട്ടി കുക്കാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. കറക്റ്റ് സമയത്ത് ഞാൻ എത്തിയതുകൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ വഴുതനങ്ങയൊക്കെ അവിടെ നിന്ന് ആവട്ടെ. എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കത് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ കവറാണ് വന്നിട്ടുണ്ടായത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ്, ഫ്ലവർ പ്രിൻ്റഡാണ്. വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, പക്ഷേ ക്വാളിറ്റി വൈസ് അത്ര പോരാ. പക്ഷേ കുഴപ്പമില്ല, യൂസാക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇത് ഞാൻ സൂപ്പ് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ പക്കത്തേക്ക് കുറുക്കറി ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ ഇന്നലെ പുറത്ത് പോയപ്പോൾ വാവക്ക് മേടിച്ചതാണ് നെസ്ലേൻ്റെ സെർലാക്ക്. ഇതിടക്ക് കൊടുത്തു തുടങ്ങാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ അമ്മ സാമ്പാർ ഉണ്ടാക്കാൻ പോവുക. കുറച്ച് കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുമ്പളങ്ങ നുറുക്കുക. അപ്പോഴേക്കും ഞാൻ എത്തിയത്. പിന്നെ പരിപ്പ് കുക്കറിൽ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വെന്ത് വന്ന നേരം നോക്കി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ നുറുക്കി വേഗം കഴുകി അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുമ്പളങ്ങയെ നുറുക്കിക്കഴിഞ്ഞ് ഇനി വേഗം ഇത് 2-3 പ്രാവശ്യം കഴുകാം. എന്നിട്ട് നമുക്കിത് വേവിച്ച പരിപ്പിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ നുറുക്കിയത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 തക്കാളിയും 1 സബോളയും ഇച്ചിരി വെണ്ടയ്ക്ക എടുത്ത് നമുക്ക് അതൊക്കെ നുറുക്കാം കേട്ടോ. സവാള നുറുക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് തക്കാളി നുറുക്കി കൊടുക്കാം. അതിനുശേഷം വെണ്ടയ്ക്കയും നുറുക്കിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഈ നുറുക്കിയ കഷ്ണങ്ങൾ നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് തോന്നുന്നത് ഇത് രണ്ടാമത് ഇടണേന്ന് തോന്നുന്നു. മറ്റേന് വേവ് കൂടുതലായിരിക്കും, അതുകൊണ്ടായിരിക്കും രണ്ടാമത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തു. വെണ്ടയ്ക്ക നമ്മൾ ഇതിൻ്റെ കൂടെ ഇടാറില്ല കേട്ടോ. വെണ്ടയ്ക്ക സെപ്പറേറ്റ് നമ്മൾ ചീനച്ചട്ടിയിലിട്ട് മൂപ്പിച്ചിട്ടാണ് ഇടുന്നത്. ഇച്ചിരി ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പുളിവെള്ളം ഇതുപോലെ ഇങ്ങനെ നല്ലപോലെ തിരുമ്മിയിട്ട് പുളിവെള്ളമാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ മൂപ്പിച്ച വെണ്ടയ്ക്ക ഈ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ച പുളിവെള്ളം ഇതിലേക്ക് പകുതി ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. പകുതി നമ്മൾ മാറ്റി വെക്കുവാണ് കേട്ടോ. അതിനുശേഷം വെണ്ടയ്ക്ക മൂപ്പിച്ച് അതേ ചീനച്ചട്ടിയിലിട്ട് തന്നെ നമുക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഏറ്റവും ലാസ്റ്റ് സാമ്പാർ പൊടിയും കൂടി ഇട്ട് നല്ലപോലെ മൊരിയിച്ചെടുക്കണം. കണ്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക. തീ കുറച്ചാണ് വെച്ചേക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച പുളിവെള്ളം ഈ മൊരിയിച്ചെടുക്കണതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഫുള്ള് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ചീനച്ചട്ടി കഴുകി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയ ശേഷം നമുക്ക് വെളുത്തുള്ളിയും വേപ്പില, കുഞ്ഞുള്ളി ഇതൊക്കെ ഇട്ട് അതും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതാവുമ്പോൾ നമുക്ക് ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മൊത്തം തൂത്ത് വരെ ഒഴിച്ചു കൊടുക്കാവേ. ഇത് വീഴണ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം, സ്മെല്ലും സൂപ്പറാണ്. അപ്പോൾ സാമ്പാറായി. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ സാമ്പാർ. പിന്നെ രാത്രി കഴിക്കാൻ 2 ദോശയും സാമ്പാറും ചമ്മന്തിയും കൊണ്ടുവന്നിട്ടുണ്ടായി. എനിക്ക് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. എനിക്ക് എന്താ രാത്രി ദോശ കഴിക്കാൻ തോന്നി.